വേറെ ആരും ഇല്ല എനിക്കങ്ങനെ കൊണ്ടുപോകാൻ. നമ്മൾ ലൈഫിലെ ഒറ്റയ്ക്കാണ്. പിന്നെ ഞാനങ്ങനെ പുറത്ത് കരയത്തില്ല, പക്ഷെ ഇതൊക്കെ കാണുന്നത് നമ്മള് ഭയങ്കര ക്ലൂലെസ് ആയി പോവാ. ഇനി മുന്നോട്ട് എന്ത് ഒരു പരിധി വരെ നമുക്ക് സങ്കടങ്ങളെ വിട്ടുപിരിയാം. പിന്നെയും വീട്ടിൽ വന്ന് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ, നീ എന്തിനാണ് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത്, പുറത്ത് പോയി എല്ലാം. അവനെ പൈലറ്റ് ആക്കണം എന്ന് പറഞ്ഞപ്പോ രേണുവിന് ഒരു ആഗ്രഹം, ഏവിയേഷൻ ആണ് പഠിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സൂചേട്ടനും മോനും വരുന്നത്. നമ്മളെന്നുള്ളത് കോട്ടയത്താണ്, ചങ്ങനാശ്ശേരിയിലാണ്. ഒരു വീട്ടിലൊരാളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ വീട് മലയാളികൾക്ക് ഒരുപാട് സുപരിചിതമാണ്. മലയാളികൾ ഒരുപാട് സങ്കടത്തോടു കൂടെ കണ്ട ഒരു സംഭവമാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരുപാട് നാളുകളായി, അതിൽ നിന്നെല്ലാം വലിയ രീതിയിലുള്ള പുതിയ ജീവിതത്തിലേക്ക് രേണു കടന്നു കഴിഞ്ഞു. നമ്മൾ ഇന്നുള്ളത് സുധി ലയത്തിലാണ്. നമസ്കാരം. ഹായ്, നമസ്കാരം. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊല്ലം ആവുന്നു. ജൂൺ 5 ജൂൺ 5 ഒരുപാട് മാറിയിട്ടുണ്ട് ജീവിതം. ഞാനാണോ ജീവിതം ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് അന്ന് ഫ്ലവേഴ്സിൽ വെച്ചിട്ടാണ് രേണു ഞങ്ങള് സുചേട്ട പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോ 2 വർഷം, 4 വർഷമായി. ശരിക്കും എങ്ങനെയാ ഈ 2 വർഷത്തെ ജീവിതത്തിലെ കാണുന്നത്? ശരിക്കും ചേട്ടനുള്ള സമയത്തെ ജീവിതമാണോ അതോ പോയി കഴിഞ്ഞിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് ഇങ്ങനൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കുറേ എന്താ പറയുക, ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളവർ, അതായത് നമ്മളെ ആശ്രയിക്കുന്ന മക്കളുണ്ട്, ഫാമിലി ഉണ്ട്, അപ്പം അവരും കൂടെ തളർന്നു പോകും. സോ അതിൽ നിന്നെല്ലാം നമ്മൾ ആരെന്തും പറഞ്ഞോട്ടെ മുന്നോട്ട് എന്നുള്ള ഒരു ഒറ്റ തീരുമാനത്തിലാണ് ഇപ്പം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഈ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കാരണം അത് തന്നെയാണ്, മുന്നോട്ട് പോവുക തന്നെയാണ്. ഈ ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്തും ഈ ചേട്ടനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇപ്പൊ സ്റ്റാർ മാജിക്കിനേക്കാൾ ഉപരി ചേട്ടനെ ഒരു എന്റർടൈനർ ആയിട്ട് നമ്മൾ ഒരുപാട് വർഷം കണ്ട. അപ്പം രേണു കണ്ട സുധി എന്നൊരു എന്റർടൈനർ ശരിക്കും എങ്ങനെയാണെന്ന്? രേണു സുധി ഇപ്പം എന്നെ സംബന്ധിച്ച് എന്താ പറയുക, ഞാൻ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്, സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. അതായത് പ്രൊഫഷണൽ ഡ്രാമ ഗ്രൂപ്പായ കൊച്ചിൻ സംഗമേത്രയുടെ ആർട്ടിസ്റ്റാണ്. ഇപ്പം ഞങ്ങൾക്ക് 24th ഞങ്ങളുടെ ലാസ്റ്റ് ഡ്രാമയാണ്. അതായത് ഇപ്പം എന്താ പറയുക, നമ്മുടെ സീസൺ കഴിയുമല്ലേ നാടകത്തിന്, അതുപോലെ സിനിമ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നെക്കൊണ്ട് കഴിയുന്നത്തോളം രീതിയിൽ ഞാൻ ഇതിലൊക്കെ നല്ല തിരക്കിലാണ്. അപ്പം കഴിയുന്ന പോലെ ഞാൻ അഭിനയിക്കുന്നുണ്ട്, പ്രേക്ഷകർക്ക് മുന്നിൽ ചെയ്യുന്നുണ്ട്. ഈ തിരക്കുകളാവാന്ന് പറയുമ്പോഴേ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ജീവിതം, ഇപ്പൊ ഒരു സൈഡിൽ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ തിരക്കുകളിൽ നമ്മൾ ഒരുപാട് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ സങ്കടങ്ങൾ മറക്കാന്നും കൂടെ പറയുമല്ലോ. സങ്കടങ്ങൾ മറക്കാമെന്ന് ഒരു പരിധി വരെ മറക്കാം. അപ്പം മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരു പരിധി വരെ നമുക്ക് സങ്കടങ്ങളെ വിട്ടുപിരിയാം. പിന്നെയും വീട്ടിൽ വന്ന് പിന്നെ തിരിച്ച് നമ്മുടെ റൂമിൽ വരുമ്പോൾ നമുക്ക് പിന്നെയും വിഷമം തോന്നും. വിഷമം വരും, വേറൊന്നുമല്ല, പിന്നെ ചിന്തകളായിരിക്കും. ഒറ്റയ്ക്ക് നമ്മളെ മുഴുവൻ ചിന്തകൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി നമ്മൾ ഇതായിപ്പോവും. പിന്നെയും ഒന്ന് വർക്കൊക്കെ ആയി ഒന്ന് ഇതാകുമ്പോൾ പിന്നെ അതങ്ങ് മറക്കും. അങ്ങനെയാണ്. പിന്നെ തീർച്ചയായിട്ടും വരും. ശരിക്കും ഇവിടെ എൻ്റെ പപ്പയുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അവരുണ്ടായിരുന്നു, സൂചേട്ടന് ഉള്ളപ്പോഴും ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞിനെ നോക്കാൻ വേറെ ആരുമില്ല. അവന് 5 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അവരാണ്. അതുപോലെ ചേച്ചി ഫാമിലി തൊട്ട് പുറകിൽ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഇതിൻ്റെ പുറകിലായിട്ട്. അപ്പം അവരുടെ മക്കളുമായിട്ട്, ചേച്ചിയുടെ മക്കളും കുഞ്ഞുമാണ് ഒരുമിച്ചാണ് വളരുന്നത്, ഒരുമിച്ചാണ് പഠിക്കുന്നത്. അപ്പം അവന് കൂട്ടില്ലല്ലോ. കിച്ചു അവധിക്ക് വരും. അവനിപ്പം പഠിക്കുന്നത് കൊല്ലത്തായതുകൊണ്ട് അവിടെ നിന്നാണ് പഠിക്കുന്നത്. ഇരുന്നോളൂ. ഇപ്പോ ഈ ഒരു ദിവസത്തെ ഇപ്പോഴത്തെ ഒരു ജീവിതം എങ്ങനെ? ശരിക്കും ഷൂട്ടൊക്കെ ഉള്ള ദിവസമൊക്കെ ആണെങ്കിൽ, ഷൂട്ടുള്ള ദിവസം അവർ പറയുന്ന ടൈമിൽ നമ്മൾ ലൊക്കേഷനിൽ ചെല്ലണം. ആൽബം ആണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും സിനിമയാണെങ്കിലും അവിടെ ചെന്ന് എല്ലാവരുമായിട്ട് ഞാൻ ഓൾറെഡി മിങ്കിളാണ്, സംസാരിക്കും നല്ല രീതിയിൽ. പിന്നെ ഷൂട്ട് കഴിയുക, തിരിച്ചവർ പറയുന്ന നമ്മൾ റൂമുണ്ടായിരിക്കും, അവിടെ പോവുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, പിന്നെ പിറ്റേന്ന് വരെ. ഇതാണ് ഷൂട്ടുള്ള ദിവസം. ആരും കൊണ്ടുപോകത്തില്ല. ആരും കൊണ്ടുപോകത്തൊന്നുമല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. കാരണം ആരുമില്ല എനിക്ക് വരാൻ. അമ്മയ്ക്കും പപ്പായ്ക്കും ആണെങ്കിൽ കുഞ്ഞിനെ നോക്കണം, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം. വേറെ ആരും ഇല്ല എനിക്കങ്ങനെ കൊണ്ടുപോകാൻ. നമ്മൾ ലൈഫിലെ ഒറ്റയ്ക്കാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകുന്നതാണ് എന്നെ സംബന്ധിച്ച്, എനിക്കതാണ് നല്ലത്. ഈ ആദ്യത്തെ ആൽബം ഓഫർ വരുന്നത് ശരിക്കും എങ്ങനെയായിരുന്നു? അന്ന് താല്പര്യം ഉണ്ടായിരുന്നോ ഈ അഭിനയിക്കാനും അങ്ങനെയൊക്കെ? ആദ്യം ഒരു ചെറിയൊരു വേഷമാണ് ഞാൻ ആൽബത്തിൽ ചെയ്തത്. ഒരു 1-2 വർഷം മുന്നെയാണത്. അതായത് കുഞ്ഞിപ്പൂ എന്ന് പറയുന്നൊരു ആൽബം. അതിലൊരു ചെറിയ നേഴ്സിൻ്റെ വേഷമാണ്. അപ്പോൾ അത് സൂര്യഗായത്രി എന്ന് പറയുന്നൊരു ഡയറക്ടറാണ്. അവർ ഈ ആൽബംസ് ഒക്കെ ചെയ്യണതാണ്. അപ്പോൾ അവർ എന്നെ വിളിച്ചപ്പോൾ ഒരു ചെറിയ വേഷമാണ് ചെയ്തത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിനായിട്ട് വരുന്ന ആൽബമാണ് ഇപ്പോൾ ഈ അടുത്തിടെ ഇറങ്ങി. 8 ദിവസം ആയതേ ഉള്ളൂ, 1 മില്യൺ കഴിഞ്ഞു.
ഒരുപാട് നന്ദി പ്രേക്ഷകർക്ക്. അപ്പോൾ അത് ജിന്നു ഡയറക്റ്റ് ചെയ്ത കരിമിഴി കണ്ണാനെ. അപ്പോൾ അതെന്നോട് ഇങ്ങനെ നാടൻ പാട്ടാന്ന് പറഞ്ഞു. പാട്ട് എനിക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കര വല്ലാത്തൊരു ഇഷ്ടം തോന്നി പാട്ടിനോട്, ഭയങ്കര ഒരു. പിന്നെ അവർ നായകനെ തിരഞ്ഞെടുത്തു. എൻ്റെ അടുത്ത് ഓക്കെ ആണോ രേണുന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു ആൽബത്തിലേക്ക് കടന്നത്. ഈ ശരിക്കും നമ്മുടെ ഒരു ലൈഫിലെ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമ്മൾ ഭയങ്കര ക്ലൂലെസ് ആയി പോവുക, ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാത്ത. ശരിക്കും ആ സമയത്തൊക്കെ കൂടെ മെന്റലി സപ്പോർട്ട് ചെയ്ത് ശരിക്കും ആരൊക്കെ ആയിരുന്നു ഇപ്പൊ ഓർത്തെടുക്കും? അങ്ങനെ മെന്റലി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, സുചേട്ടൻ്റെ സഹപ്രവർത്തകരുണ്ടായിരുന്നു, എൻ്റെ പപ്പ, എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി, കൂട്ടുകാർ, മോൻ, മക്കള്. കുഞ്ഞിനെ അറിയത്തില്ലല്ലോ, അവൻ്റേതായിട്ടുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പേര് പറയാൻ ഉള്ളത് പിന്നെ ലക്ഷ്മി സപ്പോർട്ടായിരുന്നു, ലക്ഷ്മി നക്ഷത്രം. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ട്, എല്ലാം ഒരു എൻകറേജ് ചെയ്ത്. അതുപോലെ കൂട്ടുകാരുണ്ടായിരുന്നു, നസ്റിൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതുപോലെ ഒരുപാട് പേര്, അന്നത്തെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. സോ അവരൊക്കെ എനിക്ക് മെൻ്റലി അല്ലാതെ എല്ലാ ആശ്വാസമായിരുന്നു. അവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും. എൻ്റെ ചേച്ചി, രമ്യ ചേച്ചി, ഹസ്ബൻഡ്, ചേട്ടാപ്പി എന്ന് പറയും, എല്ലാവരും ഒരു സപ്പോർട്ടാണ്. പള്ളിക്കാർ, നമ്മൾ പോകുന്ന പള്ളിയിലെ അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ശരിക്കും കുഞ്ഞിനോടൊക്കെ നമ്മൾ പെട്ടെന്ന് അവനത്രയും അറിയണം എന്നില്ലല്ലോ. ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം സൂചിച്ചിട്ടില്ലാണ്ട് വരുന്നു, ഇപ്പൊ അവന് ഏകദേശം കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നാണല്ലോ. അവനോട് ശരിക്കും ഈ കാലഘട്ടത്തില് ഈ സമയത്തൊക്കെ ശരിക്കും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ? ഇപ്പൊ അവന് ബുദ്ധിമുട്ടുകൾ അറിയിക്കാണ് വളർത്തണം നമ്മൾ പറയും ഒരു സൈഡില്. ശരിക്കും അവനങ്ങനെ ശരിക്കും അവന്റെ ജീവിതം, അവന്റെ ഒരു വേൾഡിൽ ശരിക്കും അവൻ എങ്ങനെ മുമ്പോട്ട് വന്നു? അവൻ വളരെ ഹാപ്പി, ചേച്ചിയുടെ മക്കളൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാണ്, ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. എന്നാലും ഇടയ്ക്ക് പറയാം, അമ്മേ അവന് സങ്കടമാണ് അവനെ സൂചിച്ചേട്ടനെ പറ്റി പറയുന്നത്, ഇനി എനിക്ക് കേട്ടാൽ വിഷമാവെന്ന് ഓർത്തിട്ട്, അമ്മേ ഞാൻ അച്ഛനൊരു ഉമ്മ കൊടുത്തോട്ടെ എന്ന് ചോദിക്കും. ഞാൻ പറയും കൊടുത്തു പോകുന്നിട്ട് ഞാൻ നോക്കിയിരിക്കും, പുള്ളി ഇവിടെ വന്ന് ഉമ്മ കൊടുക്കും, അല്ലെ അകത്ത് വേറെ ഫോട്ടോസ് ഉണ്ട്, ഒരുപാട് ഫോട്ടോസ് ഉണ്ട് സൂചിച്ചേട്ടൻ്റെ. അപ്പം ഉമ്മ കൊടുത്തു, അമ്മ ഞാൻ ഉമ്മ കൊടുത്തു കേട്ടോ അച്ഛനും, ഞാൻ കൊടുത്തോടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ പുറത്ത് കരയത്തില്ല, പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം വരുമ്പോൾ എന്നോട് പറയാം, അമ്മ എന്തിനാ കരയുന്നത്, ഞാൻ തന്നെ സുധിയച്ഛൻ, ഞാൻ മരിച്ചില്ലല്ലോ, സുധിയച്ഛനല്ലേ മരിച്ചത്. പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം, ഞാൻ പറഞ്ഞേടാ നീ പൈലറ്റ് ആകണം വലുതാകുമ്പോൾ, നിൻ്റെ അച്ഛൻ്റെ ആഗ്രഹമാണ്. കിച്ചൂട്ടന് അവന് ആനിമേഷൻ ലൈഫാണ് അവനിഷ്ടം, അതുകൊണ്ട് സുചേട്ടനും ഒന്ന് ഉള്ളപ്പോഴും അവൻ പറയായിരുന്നു ആനിമേഷനാണ് ഇഷ്ടം. അപ്പം വൗട്ടെ നമുക്ക് അവനെ ആനിമേഷൻ്റെ രീതിയിൽ അവൻ പൊക്കോട്ടെ, അവൻ അതാണ് ഇഷ്ടം, നമ്മളെ ഋതപ്പനെ നമുക്ക് പൈലറ്റ് ആക്കണേ. ഞാൻ ഋതപ്പനോട് പറയടാ നീ പൈലറ്റ് ആവണം കേട്ടോ, എയറോപ്ലെയിനൊക്കെ ഓടിക്കണം. അപ്പോൾ കശി പറഞ്ഞാൽ ഞാൻ പൈലറ്റ് ആകാം അമ്മ. അപ്പോൾ പൈലറ്റ് ആയ അച്ഛൻ തിരിച്ചു വരുമോ? ഞാൻ പറഞ്ഞു ഇല്ലടാ, അങ്ങനെ വരത്തില്ല, അച്ഛൻ മരിച്ചു പോയതല്ലേ. അപ്പം പിന്നെ ഇടയ്ക്ക് പറയും അവൻ, ഈ സ്കൂളിലൊക്കെ പിള്ളേർക്ക് അച്ഛന്മാരൊക്കെ ഉള്ളപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലേ, നമ്മുടെ കൂട്ടുകാർക്ക് അച്ഛനില്ലാത്ത പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അച്ഛൻ മരിച്ചു പോയ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സഹതാപമാണ്. അപ്പോൾ അതുപോലെയാണ് എൻ്റെ മോനും വന്നത്. അപ്പം അവനും കിച്ചു ആണേലും ഇവനാണേലും, ഇപ്പം കിച്ചുവിന് അറിവായി, ഇവന് അറിവായില്ല. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ എനിക്ക് മാത്രം അച്ഛനില്ല. ഞാൻ ചോദിച്ചു നീ എന്ത് വർത്താനം പറയുന്നത്, നിൻ്റെ അച്ഛനല്ലേ സുധിയച്ഛൻ, അച്ഛൻ മരിച്ചു പോയെന്നല്ലേ ഉള്ളൂ, നിൻ്റെ അച്ഛനാകാതിരിക്കുമോ, നിൻ്റെ അച്ഛൻ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഈ അവനെ പൈലറ്റ് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ രേണുവിന് ഒരു ആഗ്രഹം, ഏവിയേഷൻ ആണ് പഠിച്ചത്. ആ തരത്തിൽ ശരിക്കും ആഗ്രഹങ്ങൾ പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സൂചേട്ടനും മോനും വരുന്നത്. അപ്പം ഞാൻ എൻ്റെ പഠിത്തമൊക്കെ ഉഴപ്പി എൻ്റെ കരിയർ പോലും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ജീവിതം, ഞാനത് എങ്ങും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് അവർക്ക് വേണ്ടി, കാരണം എനിക്ക് ഏവിയേഷൻ പഠിച്ചു കഴിഞ്ഞ് എനിക്ക് ബാംഗ്ലൂരും അതുപോലെ എയർ ഇന്ത്യയിലും ഞങ്ങൾക്ക് ട്രെയിനിങ് വരെ കഴിഞ്ഞതാണ്. ബാംഗ്ലൂർ എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫായിരുന്നു, ഞാൻ ഗ്രൗണ്ട് സ്റ്റാഫിനാണ് പഠിച്ചത്. സോ അപ്പം 2 വർഷത്തെ ഡിപ്ലോമയും അതാണ് പഠിച്ചത്. അപ്പം എനിക്കത് കഴിഞ്ഞ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജോലിക്ക് 40,000 രൂപ സാലറി, അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. അവർ ആ സമയത്ത് അങ്ങനെയാണ് പറഞ്ഞത്. അതിന് ഇൻ്റർവ്യൂ പോലും ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, സൂചേട്ടൻ്റെ ഫ്രണ്ടുണ്ട്, സൂചേട്ടൻ്റെ വൈഫിനെ ഇങ്ങോട്ട് വിട്ടോളൂ, നമുക്ക് ഓക്കെയാണ്, നെടുമ്പാശ്ശേരി സെറ്റാണ്, ജോലി സെറ്റാന്ന് പറഞ്ഞപ്പം കിച്ചു പറഞ്ഞു. കിച്ചു വന്ന് കുഞ്ഞാ 6ൽ പഠിക്കുന്നത്, 7ൽ പഠിക്കുന്നത്, ഞങ്ങൾക്ക് അന്നും കുഞ്ഞ് തന്നെയാണ്, 12 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞു 11-12 വയസ്സുണ്ട്. അപ്പോൾ പറഞ്ഞു അച്ഛ ഇങ്ങനെ പറഞ്ഞത്, അച്ഛ അമ്മേനെ നമുക്ക് ഇപ്പം കിട്ടിയതല്ല, ഈ അമ്മേനെ ജോലിക്ക് വിടണ്ട അച്ഛ, അമ്മേനെ ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ അമ്മ വേറെ സ്ഥലത്ത്, നമ്മൾ 2 വേറെ സ്ഥലത്ത്. സുചേട്ടനോട് വാവട്ടെ ഇങ്ങനെയാണ് കിച്ചു പറയുന്നത്, നീ എന്താ തീരുമാനം? ഞാൻ പറഞ്ഞു എൻ്റെ അതങ്ങ് ഞാൻ ഉപേക്ഷിക്കാം, എനിക്ക് നിങ്ങൾ മതി, നിങ്ങളാണ് എനിക്ക് വലുത്. കാരണം കിച്ചുവിൻ്റെ വാക്കുകളാണ് എനിക്ക് വലുത്. അവന് അമ്മയില്ലായിരുന്നു, അപ്പം ഞാൻ വന്നപ്പോൾ അവൻ എന്നെ കണ്ടത് അമ്മയായിട്ടാണ് അന്നും ഇന്നും കാണുന്നത്. അപ്പം ആ കുട്ടിയുടെ ആഗ്രഹമാണ് അമ്മ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ജോലിക്ക് പോയി നിൽക്കുക, പൈസ കിട്ടുമായിരിക്കും, പക്ഷെ അവന് അമ്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സാമീപ്യം കിട്ടില്ലായിരിക്കും. അതായിരിക്കും ആ കുട്ടി അങ്ങനെ പറഞ്ഞത്. അവൻ ഓർക്കുന്നുണ്ടെന്നല്ല, ഒരുപാട് വർഷമായില്ല. അപ്പം
ആ കുട്ടി പറഞ്ഞു, സൂചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഏട്ടാ ഇനി ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട, എനിക്ക് നിങ്ങളുടെ കൂടെ നിന്നാൽ മതി. അപ്പോൾ സൂചേട്ടൻ പറഞ്ഞു എനിക്കിപ്പം വരുമാനം ഉണ്ടല്ലോ വാവട്ടാ, ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും വരുമാനമുണ്ട്, സോ നീ ജോലിക്കൊന്നും പോകണ്ട. അങ്ങനെയാണ് ഞാൻ ആ ഒരു കരിയറെ ഉപേക്ഷിച്ചത്. ഇപ്പൊ സുചേട്ടനെ പറ്റി പറയുമ്പോഴേ ഇപ്പൊ പലരും പറയുന്ന ഒരു കാര്യം, അതായത് സുചേട്ടൻ ആർട്ടിസ്റ്റ് ആയിരുന്നു, ഇപ്പൊ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്റ്റേജ് ഷോകൾ ഉണ്ടായിരുന്നു, സിനിമകളിലും അത്യാവശ്യം ഉണ്ടായിരുന്നു. ശരിക്കും ഈ സുചേട്ടൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയത്താണ് വലിയൊരു പൈസ അഡ്വാൻസ് കൊടുത്തു വെച്ചിട്ട് വീടിന് അഡ്വാൻസ്, കാരണം ആദ്യം വീട് വേണമെന്നുള്ള ഒരുപാട് ആഗ്രഹത്തിന്റെ പേരിൽ. അപ്പം ശരിക്കും ആ രീതിയിൽ ആ കോവിഡ് വന്നുകൊണ്ടാണ് ആ വീടിന്റെ സ്വപ്നം പിന്നീട് നടക്കാതെ പോയത്. തീർച്ചയായിട്ടും കോവിഡ് വന്നുകൊണ്ടാണ്. കാരണം അതിന് മുന്നെയാണ് അഡ്വാൻസ് കൊടുത്തത്. സൗദിയിൽ പോയി ഒരു പ്രോഗ്രാം 2-3 പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് വന്നപ്പോൾ ഉള്ള പൈസ അതുപോലെ കൊടുക്കുന്നു. എഗ്രിമെന്റ് 6 മാസത്തെ എഗ്രിമെന്റ്. അതൊരു എന്താ 2020 തുടക്കത്തില് തുടക്കത്തില്. അപ്പൊ എന്താണെന്നറിയില്ല, കുഞ്ഞ് ജനിച്ച സമയം 2019 അവൻ ജനിച്ചത്, അവന്റെ ചെറുപ്പം. അപ്പം നമ്മൾ സന്തോഷത്തോടെ കൊടുത്തതാണ് 6 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ. എഗ്രിമെന്റ് മുദ്രപത്രത്തിലൊക്കെ ഒപ്പിട്ട് കൊടുത്തതാണ് 6 മാസം. പക്ഷെ അത് വെള്ളത്തിലായി കോവിഡ് വന്ന് ആകെപ്പാടെ. പിന്നെ ചേട്ടന് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ചേട്ടൻ്റെ കൂടെ തന്നെ ഞങ്ങൾ കട്ടയ്ക്ക് നിന്നുകൊണ്ട്, ഞാൻ എപ്പോഴും സപ്പോർട്ടുണ്ട്, കട്ടയ്ക്ക് നിന്നുകൊണ്ട് ഏട്ടൻ വേറെ രീതിയിലും തളർന്നു പോയിട്ടില്ലായിരുന്നു. ഞാൻ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും. ഏട്ടാ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, പോട്ടെ. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നുണ്ടായി. ഫാൻസ് അസോസിയേഷൻ്റെ പേരിൽ ചെയ്തിട്ട് കുറച്ച് പേരൊക്കെ ചേട്ടനെ പണി കൊടുത്തു. ഞാനും ഉണ്ടായിരുന്നു. വിവാദങ്ങൾ വളരെ വലിയ വിവാദങ്ങളായിരുന്നു. പാവം ഒരുപാട് വിഷമിച്ചു. തീർച്ചയായിട്ടും ചെക്ക് കേസ് വന്നു, കള്ളത്തരത്തിൽ തന്നെ. അതൊക്കെ ദൈവത്തിന്റെ ഒരു ഇതായിരിക്കും. എല്ലാം എന്താ പറയാ, കലങ്ങി തെളിഞ്ഞു പിന്നീട്. ആളെന്ന് വെച്ചാൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ ആൾക്കിട്ട് ഇങ്ങനെ പണി കൊടുക്കുമ്പോൾ അതൊക്കെ മറ്റൊരു രീതിയിൽ അവരോടൊക്കെ ദൈവമേ ക്ഷമിക്കണേ എന്നാണ് ഞാനും സൂചേട്ടനും അന്നും ഇന്നും പറയുന്നത്. പക്ഷെ മറ്റൊരു രീതിയിൽ അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കും ദൈവം. പക്ഷെ അവരുടെ അടുത്തൊക്കെ ഇപ്പോഴും ഉണ്ട്. അവരെല്ലാവരും ഇപ്പം കാണുന്നുണ്ടായിരിക്കും, ഇത് അവരറിയുന്നുണ്ടായിരിക്കും. ആർക്കും എൻ്റെ മുന്നിൽ പോലും വരാൻ പറ്റത്തില്ല. കാരണം അതുപോലെയാണ് സൂചേട്ടനായിട്ട് പണിതത്. ഇവരൊക്കെ കൂടെ നിന്നിട്ട് ചതിക്കുമായിരുന്നു. സോ അവർക്ക് ആർക്കും മുന്നിൽ വരാൻ പറ്റില്ല. ഫീൽഡിലുള്ളവരല്ല, അതിന് പുറത്തുള്ളവർ. സൂചേട്ടൻ്റെ ഫാൻസാന്ന് പറഞ്ഞ് നടന്നവരാണ്. കൂടെ കൊണ്ട് അനിയന്മാര് അവരെ മടി കൊണ്ട് നടന്നതാണ് സൂചേട്ടന്മാരൊക്കെ ഒരുമിച്ച്. നമ്മുടെ വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കും. നമ്മൾ ഫുഡ് കൊടുത്തിട്ട് പറയല്ല, അതൊക്കെ ഭയങ്കര സന്തോഷം. നമ്മൾ ആര് വന്നാലും നമുക്കില്ലെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ഇപ്പം വഴി കൂടെ പോകുന്നൊരു നമ്മുടെ സേവനക്കാർ റിപ്പോർട്ടറൊക്കെ ഇല്ലേ, മറ്റേ വിൽക്കുന്നവരല്ലേ, എന്തുവാ പാത്രമൊക്കെ പിള്ളേർ സെറ്റ് വരുമ്പോൾ സൂചന അവരെ വീട്ടിലിരുത്തി ഫുഡ് കൊടുത്തിട്ടാണ് അവരെ വിടുന്നത്. അങ്ങനെ ഒരു സ്വഭാവം. ശുദ്ധന്മാരായിട്ടുള്ളവർക്ക് ഓട്ടക്കൈ ആണെന്ന് പറയും. കറക്റ്റ് ആണ് പറഞ്ഞത്. അത് ആര് പറഞ്ഞാലും അത് കറക്റ്റാണ്. ആള് ശുദ്ധൻ എന്ന് പറഞ്ഞാൽ ശുദ്ധനേക്കാൾ കൂടുതൽ എന്തോ വേറെന്തോ ഒരു പാവത്താനായിരുന്നു ആള്. പൈസ നിക്കത്തേ ഇല്ലായിരുന്നു. 1 രൂപ. എനിക്ക് മരിച്ചപ്പോൾ എനിക്ക് 0 ബാലൻസ് ആണെന്ന് തോന്നിയിട്ടുണ്ട് സമ്പാദ്യം മരിച്ച സമയത്ത്. പക്ഷെ ചേട്ടന്റെ പൈസ ഒക്കെ പിന്നെ എവിടെ പോയിന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കാരണം സ്റ്റാർ മാജിക്കിൽ ബാക്കിയുള്ളവരൊക്കെ ഫൈനാൻഷ്യൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കുന്നവരാണ്, സ്റ്റേജ് ഉള്ളവരാണ്. ഇപ്പൊ സ്റ്റേജ് ഷോ ചേട്ടൻ ശരിക്കും ചേട്ടന്റെ പൈസ എവിടെ പോയിന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ചേട്ടനും ഞാനും തമ്മിലുള്ള റിലേഷൻ 7 വർഷത്തെ ആ ഒരു ഇതേ ഉള്ളൂ, ബന്ധമേ ഉള്ളൂ നമ്മൾ തമ്മിൽ. അത് കൂടുതലൊന്നും അതിന് മുന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയില്ല. നമ്മൾ TV കൂടെ കണ്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. ഏട്ടനടുത്ത് വരുന്ന സമയത്താണ് മറ്റേ വിൻ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായിട്ടാണ്. മറ്റേ സാജു നവോദയ ചേട്ടനൊക്കെ ടീമില്ലായിരുന്നു മഴവിൽ മനോരമ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടണത് ഏട്ടനെ. അപ്പം ഞാൻ വന്നതിന് ശേഷം കുറച്ച് ഒരു 7-8 മാസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ അറിയുന്നതും ഇവർ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നതും രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്തതും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് 1 വർഷം ആകുമ്പോൾ തന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്നില്ലേ, കൊറോണ വന്ന്. അപ്പോൾ നമുക്കൊന്നും സമ്പാദിക്കാനും പറ്റിയില്ല. വേറൊന്നും കൂടെയല്ല, ആള് പറഞ്ഞൊന്നും മേടിക്കുക. അത് കൂടെയുള്ള സഹപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആള് കണക്ക് പറഞ്ഞ് മേടിക്കത്തില്ല, 1 രൂപ വാങ്ങൂല കണക്ക് പറഞ്ഞ്. ആള് ഇതെന്നാ ഓക്കെ ശരി ഇങ്ങ് പോരും. നല്ല വളരെ കഷ്ടപ്പെട്ടായിരുന്നു. ഒരുപാട് പേരൊന്ന് സഹായിക്കാനുണ്ടായിരുന്നു, എന്നാലും നല്ല കഷ്ടം. ഞങ്ങൾക്ക് എല്ലാവർക്കും കൊറോണ വന്ന് അടിഞ്ഞ് കിടന്ന വീട്ടിൽ. വാടക വീടായിരുന്നു അന്നും. സ്വന്തം വീട് അന്ന് സ്വപ്നമായിട്ട് ബാക്കി അവശേഷിക്കുമായിരുന്നു ഏട്ടന്. എന്നിട്ട് എന്നോട് പറഞ്ഞു, മരിക്കുന്നതിന് 2-3 ദിവസം മുന്നേ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആള് തലേന്ന് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ ഷൂട്ടിനൊക്കെ പോകുന്ന ആളായിരുന്നു. ആ സമയത്ത് എന്തോ ദയവായിട്ട് അന്ന് ഷൂട്ടൊന്നും ഇല്ലായിരുന്നു. എൻ്റെ അടുത്തും പറഞ്ഞു, എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ ഇത്രയും പേര് നിൽക്കുമ്പോൾ പറഞ്ഞതാണ്, 6 മാസത്തിനകം ഞാൻ എൻ്റെ വീട് പണിയാൻ തുടങ്ങും. മരിക്കുന്നതിന് 4-5 ദിവസത്തിന് മുന്നേ ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ പറയാണ് ആള്.
6 മാസം. പക്ഷെ അത് ആൾക്കൊരു നല്ല വീട്ടിൽ ഒരു ദിവസം പോലും കിടക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള ഒരൊറ്റ വിഷമമാണ് എപ്പോഴും ഉള്ളത്. ഈ ദൈവം വിധിച്ചത് വിധിയാണ്. ആ പിന്നെ ഈ പറഞ്ഞ സുചേട്ടന്റെ പേരിൽ തന്നെ ഒരു വീട് പിന്നെ അത് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര കാരണം ആൾക്ക് സുധീ നിവാസം എന്നൊക്കെ പറയുന്ന വീട് പണ്ട് ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അവർ. എനിക്കറിയില്ല, അവരുടെ ചെറുപ്പത്തിൽ എറണാകുളത്തെങ്ങാണ്ടായിരുന്നു അവർ.